ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ, TPE കൊലയാളികൾക്ക് വാരിക്കോരി പരോൾ നൽകുകയാണ് സംസ്ഥാന സർക്കാർ. കേസിലെ ഒരു പ്രതിയായിരുന്ന ശിക്ഷിക്കപ്പെട്ട ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട അണ്ണൻ സിജിത്തിന് ഇപ്പോൾ തുടർച്ചയായി പരോൾ നീട്ടി നൽകുകയാണ്. കൃത്യമായി വിധേയപ്പെടുകയാണ് ഈ കൊലയാളികൾക്ക് ഭരണകൂടം. എങ്ങനെ പ്രതികരിക്കുന്നു? ഇവിടെ ജയിലും ജയിൽ വകുപ്പും ജയിൽ അഡ്വൈസറി കമ്മിറ്റിയും എല്ലാവരും ഒരുമിച്ച് ഒരേ രൂപത്തിൽ നിൽക്കുകയാണ്. ഭരണകൂടത്തിന്റെ പൂർണ്ണമായി പിന്തുണ അവർക്കാണ്. അപ്പൊ അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ജയിലിൽ നിന്ന് വിടുന്നതിനെ കുറിച്ചാണ് ഇവരുടെ ആലോചന മുഴുവൻ. അതുകൊണ്ട് അവരെല്ലാം ഏകപക്ഷീയമായി ഈ പ്രതികളെ പുറത്തു വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരാളിന് പരോള് കൊടുക്കാൻ എത്ര സാധ്യതയുണ്ട്, എത്ര അവസരം കിട്ടും? ഒരു ശിക്ഷാ കാലാവധിക്കുള്ളിൽ എത്ര പ്രാവശ്യം പരോള് കൊടുക്കാൻ പറ്റും? ഒരു വർഷത്തിൽ തന്നെ എത്ര പരോള് കൊടുക്കാൻ പറ്റും? ഇതെല്ലാം ലംഘിച്ചുകൊണ്ടല്ലേ ഇവർക്ക് കുറെ ആളുകൾക്ക് VIP ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പരോൾ ഇല്ലെങ്കിൽ പോലും അതിന്റെ മെസ്സേജ് എന്താ? ജയിലിനകത്ത് അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എത്രയോ വലുതാണ്. അവരൊരു ക്രിമിനൽ കുറ്റവാളികൾ എന്നുള്ള നിലയിലല്ലല്ലോ കാണുന്നത്. അപ്പൊ പരോളിന്റെ ഘട്ടമൊന്ന്, പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിവെട്ട നടപടികളൊന്ന്, 3 ജയിലിനകത്താണെങ്കിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം വേറൊന്ന്. ഇതെല്ലാം കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തതിലുള്ള സങ്കടത്തിലാണ് അധികാരവർഗം ഇരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ, ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ എങ്കിലും സർക്കാർ അതൊന്നും പരിഗണിക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. സർക്കാർ സ്വന്തം നിലയ്ക്ക് ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്, ഇവരിപ്പോഴും പറയുന്നത് CPM-ന് TPയുടെ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ്. പക്ഷേ ഈ പ്രതികളെല്ലാം CPM-ൻ്റെ നേതാക്കന്മാരാണ്, പ്രാദേശിക നേതാക്കന്മാരുണ്ട്. മാത്രമല്ല CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ്, CPM-ൻ്റെ ഗുണ്ടകളാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് പോലെ സർക്കാർ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സത്യം വിളിച്ചു പറഞ്ഞാലോ എന്ന ഭയത്തിൻ്റെ പുറത്തായിരിക്കുമോ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് നിർബന്ധിതമാവുന്നത്? അതിനേക്കാൾ അപ്പുറത്ത് ഒരു ഘടകം കൂടി നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസ് കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഹൈക്കോടതിക്ക് നേരിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. വഴിവിട്ട രൂപത്തിൽ ഈ പരോളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജയിൽ അഡ്വൈസറി കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ഹൈക്കോടതിക്ക് സ്വയമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. അതോടുകൂടി ഈ ഒരു മെസ്സേജ് പോവുകയാണ്. എന്താണ് കോടതിയുടെ തിങ്കിങ്, നിയമപാലനത്തിന് വേണ്ടി കോടതി എടുക്കാൻ പോകുന്ന നടപടി എന്ത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു മെസ്സേജ് ജനങ്ങളിലേക്കും മറ്റുദ്യോഗസ്ഥന്മാരിലേക്കും പോകും. അത് ഹൈക്കോടതിയിൽ പെൻഡിങ് കേസ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെ രൂപത്തിൽ ഇതുകൂടി വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് തന്നെ തുടർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും. കൊടുക്കുമ്പോഴൊക്കെ ജനങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും. നിയമവിരുദ്ധമാണെന്ന് മാധ്യമ പ്രവർത്തകർ ഉയർന്ന ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ചെയ്യാനുള്ള പണി കൃത്യമായി ഗവൺമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവസാനിപ്പിക്കണമെന്ന് വരികിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശ ഇല്ലാതെ ഇതൊന്നും നടക്കുകയല്ലോ. ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റി പിരിച്ചുവിടുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.